എഡ്യൂമാക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സങ്കീർണതയിലൂടെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗോള മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു വാർത്തയുണ്ട്. ചൈനയിലെ പ്രമുഖ സർവകലാശാലകൾ തങ്ങളുടെ 10,000-ലധികം പരമ്പരാഗത ബിരുദ കോഴ്സുകൾ ഒറ്റയടിക്ക് റദ്ദാക്കിയിരിക്കുന്നു. കേവലം അഡ്മിഷൻ കുറഞ്ഞതുകൊണ്ടല്ല ഇത്. പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിവേഗത്തിലുള്ള വളർച്ചയും രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുമാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. വിപണിക്ക് ആവശ്യമില്ലാത്ത, പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടാത്ത കോഴ്സുകൾ വെച്ചുകൊണ്ടിരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ചൈനയിലെ മാത്രം പ്രശ്നമല്ല, ഇതൊരു ആഗോള മുന്നറിയിപ്പാണ്. നമ്മൾ ഇന്ന് വലിയ ഫീസും കൊടുത്ത് പഠിക്കുന്ന പല പരമ്പരാഗത ഡിഗ്രികളും നാളെ വെറും ഒരു പേപ്പർ കഷ്ണമായി മാറാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന. അങ്ങനെയെങ്കിൽ 2026-ലും 2027-ലുമായി നമ്മൾ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം? ആഗോള കരിയർ വിപണിയിൽ നിലനിൽക്കാൻ നമ്മൾ മാറ്റേണ്ട ചിന്താഗതികൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വിശകലനങ്ങൾ പ്രകാരം 2027-ലേക്ക് നീങ്ങുമ്പോൾ കരിയർ വളർച്ചയുടെ വേഗത നിർണ്ണയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കമ്പനികൾക്ക് ഇനി വെറും തിയറി പഠിച്ച ജീവനക്കാരെ അല്ല ആവശ്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, AI എല്ലാ ജോലികളും ഇല്ലാതാക്കില്ല. എന്നാൽ AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ, അതറിയാത്ത മനുഷ്യന്റെ ജോലി തീർച്ചയായും കവരും. ഈ പുതിയ യുഗത്തിൽ ഏറ്റവും സുരക്ഷിതവും ഉയർന്ന ശമ്പളം ലഭിക്കുന്നതുമായ 3 തരം സ്കില്ലുകൾ ഇവയാണ്. ദി 3 പില്ലർ കരിയർ ഫ്രെയിംവർക്ക്: ഇമോഷണൽ ഇന്റലിജൻസ്, ഹ്യൂമൻ റിലേഷൻസ്, മാനസികാരോഗ്യം, ടീം മാനേജ്മെന്റ്. AIക്ക് മനുഷ്യന്റെ വികാരങ്ങളെയും കോർപ്പറേറ്റ് ഈഗോകളെയും നിയന്ത്രിക്കാൻ കഴിയില്ല. സ്ട്രാറ്റജിക് പ്രോബ്ലം സോൾവിംഗ്: ഡാറ്റ നൽകാൻ AIക്ക് കഴിയും. എന്നാൽ ആ ഡാറ്റ ഉപയോഗിച്ച് ഒരു കമ്പനിയെ തകർച്ചയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന തന്ത്രം മെനയേണ്ടത് മനുഷ്യനാണ്. AI എത്തിക്സ് ആൻഡ് ഗവേണൻസ്: സാങ്കേതിക വിദ്യ കൂടുമ്പോൾ നിയമപരമായ ബാധ്യതകളും കൂടും. AIയുടെ സുരക്ഷയും ധാർമ്മികതയും പരിശോധിക്കുന്ന വിദഗ്ധർക്ക് വരും വർഷങ്ങളിൽ വലിയ ഡിമാൻഡ് ആയിരിക്കും. ഈ ട്രെൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ തങ്ങളുടെ പാഠ്യപദ്ധതികൾ മാറ്റിമറിക്കുകയാണ്. IIT ഡൽഹി അടുത്തിടെ ആരംഭിച്ച AI ഇൻ ഹെൽത്ത് കെയർ പ്രോഗ്രാം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. മെഡിക്കൽ രംഗവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഈ സങ്കലനം നാളത്തെ ഏറ്റവും വലിയ കരിയർ സാധ്യതയാണ്. അൾട്രാസൗണ്ടിംഗ് സ്കാനുകളും MRI റിപ്പോർട്ടുകളും കൃത്യമായി വിശകലനം ചെയ്യാൻ AI ടൂളുകളെ പ്രാപ്തമാക്കുന്ന മെഡിക്കൽ ടെക് വിദഗ്ധരെയാണ് ഇത്തരം കോഴ്സുകളിലൂടെ സൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? വിദ്യാർത്ഥികളുടെ കൂട്ടത്തോടെയുള്ള പലായനം അഥവാ സ്റ്റുഡന്റ് മൈഗ്രേഷൻ. നീതി ആയോഗ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഒരു ശരാശരി വിദ്യാർത്ഥി +2 കഴിഞ്ഞാൽ ഉന്നത പഠനത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാമോ? അത് കർണാടകയാണ്. ബംഗളൂരു, മംഗലാപുരം, മൈസൂരു തുടങ്ങിയ നഗരങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചറും പഠനത്തോടൊപ്പം ലഭിക്കുന്ന ഇൻഡസ്ട്രി എക്സ്പോഷറും ക്യാമ്പസ് പ്ലേസ്മെന്റുകളുമാണ് മലയാളി വിദ്യാർത്ഥികളെ കർണാടകയിലേക്ക് ആകർഷിക്കുന്നത്. ഇത് കേവലം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കുടിയേറ്റമല്ല, ആഗോള തലത്തിൽ തന്നെ വലിയൊരു മാറ്റം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്രയധികം ആകർഷിക്കപ്പെടുന്നത്? മുൻപ് വിദേശ വിദ്യാഭ്യാസം എന്നത് സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായ ഒന്നായിരുന്നെങ്കിൽ ഇന്നത്തെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡൈനാമിക്സ് പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. മിതമായ ചിലവിലോ അല്ലെങ്കിൽ പൂർണ്ണമായും സൗജന്യമായോ പഠിക്കാൻ കഴിയുന്ന വിദേശ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് വിരൽ തുമ്പിൽ ലഭ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അവസരങ്ങൾ ചെറുതല്ല. ഉദാഹരണത്തിന് ജർമ്മനി. അവിടുത്തെ ഭൂരിഭാഗം പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും ട്യൂഷൻ ഫീസേ ഇല്ല. വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ജീവിത ചെലവ് കണ്ടെത്താൻ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള നിയമപരമായ അനുവാദവുമുണ്ട്. ലോകോത്തര നിലവാരമുള്ള എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, റിസർച്ച് കോഴ്സുകൾ സൗജന്യമായി പഠിക്കാം എന്നതിനാലാണ് മലയാളി വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി ജർമ്മനി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഫ്രാൻസിന്റെ കാര്യവും. ബിസിനസ്സും മാനേജ്മെന്റും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്ന തുല്യമായ കോഴ്സാണ് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ്. ഈ മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ മികച്ച റാങ്കിംഗ് ഉള്ള സ്ഥാപനമാണ് ഫ്രാൻസിലെ ESSCA ബിസിനസ് സ്കൂൾ.
കേവലം തിയറി കോഴ്സുകൾക്കപ്പുറം യൂറോപ്പിലെ വൻകിട കമ്പനികളിൽ നേരിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനുമുള്ള അവസരമാണ് ഇത്തരം കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നത്. ചുരുക്കത്തിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് കൃത്യമായ കരിയർ റിട്ടേൺസ് ഉറപ്പാക്കാൻ ആഗോള വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ സാധിക്കാത്ത ഒരു വിഭാഗം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ തന്നെ മികച്ച അവസരങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിലും കോഴ്സിലും കൃത്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം. ഉദാഹരണത്തിന്, കേരളത്തിലെ ബിസിനസ് വിദ്യാഭ്യാസ രംഗം നോക്കാം. വെറും ഒരു പരമ്പരാഗത ബിരുദം കൊണ്ട് ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ അഫിലിയേഷനോടെ പ്രവർത്തിക്കുന്ന ഭവൻസ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലുള്ള സ്ഥാപനങ്ങൾ തങ്ങളുടെ MBA പ്രോഗ്രാമുകളിൽ വരുത്തിയ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. അവർ വെറും ഫിനാൻസോ HR മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഇന്നത്തെ മാർക്കറ്റിന് ഏറ്റവും ആവശ്യമുള്ള ഡാറ്റ അനലിറ്റിക്സ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ തുടങ്ങിയ ആധുനിക മേഖലകളിലെ ഡ്യുവൽ സ്പെഷ്യലൈസേഷനുകളാണ് നൽകുന്നത്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും തത്സമയ പ്രോജക്റ്റുകളും വഴി വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ വെച്ച് തന്നെ പ്രൊഫഷണലുകളാക്കി മാറ്റുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു പ്രധാന മാറ്റം വരുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള അടുത്തിടെ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ടെക്നോളജി പോലുള്ള കോഴ്സുകൾ ഇതിന് ഉദാഹരണമാണ്. പരമ്പരാഗത ലൈബ്രറികൾ പോലും ഡിജിറ്റലൈസ്ഡ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വേഗത്തിൽ ജോലി ലഭിക്കുന്നു. അതേസമയം സ്കൂൾ തലത്തിലും വലിയ നയപരമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. കേന്ദ്രീയ വിദ്യാലയ സംഘടന പുറത്തിറക്കിയ പുതിയ സർക്കുലർ പ്രകാരം 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സംസ്കൃത പഠനവും ഭാഷാപരമായ മറ്റ് നിർദ്ദേശങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികളിൽ ചെറുപ്പം മുതലേ ഭാഷാ നൈപുണ്യവും ബഹുഭാഷാ സംസ്കാരവും വളർത്താൻ സഹായിക്കും. അതായത്, ഒരു വശത്ത് കടുത്ത സാങ്കേതിക വിദ്യയും മറുവശത്ത് അടിസ്ഥാന ഭാഷാ നൈപുണ്യങ്ങളും ചേർന്ന ഒരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതിയിലേക്കാണ് രാജ്യം മാറുന്നത്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൂർണ്ണമായും പ്രായോഗികമായ മറ്റ് ചില മേഖലകൾ ഏതൊക്കെയാണ്? കൊച്ചിയിൽ നടന്ന കേഡൻസ് 2026 കരിയർ ഇവന്റ് വ്യക്തമാക്കുന്നത് ആർക്കിടെക്ചർ, ഏവിയേഷൻ തുടങ്ങിയ മേഖലകളിലേക്ക് വലിയൊരു ഫണ്ട് ഒഴുക്ക് നടക്കുന്നുണ്ടെന്നാണ്. ഇതിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് കരിയർ. ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു യുവാവിനും യുവതിക്കും തെരഞ്ഞെടുക്കാവുന്ന ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലികളിൽ ഒന്നാണിത്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർ +2 തലത്തിൽ ഫിസിക്സും മാത്തമാറ്റിക്സും നിർബന്ധമായി പഠിച്ചിരിക്കണം. അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് പ്രായം തികഞ്ഞിരിക്കേണ്ടതുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച ക്ലാസ് 1 മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് അനിവാര്യമാണ്. ഇതുകൂടാതെ ഒരു അംഗീകൃത ഫ്ലൈയിംഗ് ക്ലബിൽ നിന്ന് കുറഞ്ഞത് 200 മണിക്കൂർ ഫ്ലൈയിംഗ് അവേഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. പൈലറ്റ് ലൈസൻസ് പോലെ തന്നെ കായിക പ്രേമികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് സ്പോർട്സ് സയൻസും ഫിസിക്കൽ എഡ്യൂക്കേഷനും. തിരുവനന്തപുരത്തെ ലക്ഷ്മി ഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇതിനായി മികച്ച ബിരുദാനന്തര കോഴ്സുകളാണ് നടത്തുന്നത്. ഇന്ന് സ്പോർട്സ് എന്നത് വെറും കളിയല്ല, അതൊരു $multi-billion ഇൻഡസ്ട്രിയാണ്. സ്പോർട്സ് അനലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ജിം ആൻഡ് വെൽനസ് കോച്ച് തുടങ്ങിയ മേഖലകളിലേക്ക് ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് വലിയ ഡിമാൻഡാണുള്ളത്. നമ്മൾ ഈ കണ്ട കണക്കുകളും ട്രെൻഡുകളും ഒരൊറ്റ കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മാറ്റത്തിനൊപ്പം മാറിയില്ലെങ്കിൽ സ്വയം ഇല്ലാതായി പോകും. ചൈനയിൽ കോഴ്സുകൾ നിർത്തലാക്കിയതോ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കർണാടകയിലേക്കും വിദേശത്തേക്കും പോകുന്നതോ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പകരം അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ടത് 3 ചോദ്യങ്ങളാണ്. ഞാൻ പഠിക്കുന്ന വിഷയം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു AI സോഫ്റ്റ്വെയറിന് ചെയ്യാൻ കഴിയുമോ? ഈ സ്ഥാപനം എനിക്ക് വെറും തിയറി പേപ്പറുകളാണോ അതോ പ്രായോഗികമായ ഇന്റേൺഷിപ്പുകളാണോ നൽകുന്നത്? ആഗോള വിപണിയിൽ ഡിമാൻഡുള്ള ഒരു സ്കിൽ ഇതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളുടെ കരിയർ സുരക്ഷിതമായിരിക്കും. ഓർക്കുക, വിദ്യാഭ്യാസം എന്നത് വെറുമൊരു ഡിഗ്രി സമ്പാദനമല്ല, അതൊരു തുടർച്ചയായ പഠന പ്രക്രിയയാണ്. എഡ്യൂമാക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.